എല്ലാവരും പറയുന്ന ആംബുലൻസ് ഡ്രൈവേഴ്സിന് കയ്യിൽ ഭയങ്കര പൈസയാണ്, കമ്മീഷൻ കിട്ടുന്നുണ്ട്, ഭയങ്കര കാശാന്നൊക്കെ. ഞാൻ ഒരു കാര്യം പറയാം, ആ ഒരു തെറ്റിദ്ധാരണ ഇപ്പം മാറ്റിത്തരാം. കാരണം ഇപ്പം ഒരു ദിവസം ഒരു ഓട്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഓടുന്ന ഒരു ലെവലെന്ന് വെച്ചാൽ 1000 രൂപയ്ക്ക് 200 രൂപ കണക്കിലാണ് എനിക്ക് ബാറ്റ. ഇപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു 800 രൂപയുടെ ഓട്ടത്തിന് എനിക്ക് 160 രൂപ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു 2 ദിവസം എനിക്ക് ഓട്ടോ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പിന്നെ ആ ഒരു 160 രൂപയേ ഉള്ളൂ. ഈ 160 രൂപയ്ക്ക് എനിക്ക് ഈ പോയ 2-3 ദിവസം ഫുഡ് കഴിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മെയിനായിട്ടും ആഹാരം കുറച്ച് കഴിയും. ഫുഡ് കുറച്ച് കഴിച്ചിട്ട് ചിലപ്പം ഒരു ദിവസം 2 നേരം കഴിക്കുകയുള്ളൂ, ചിലപ്പോൾ ഒരു ദിവസം 1 നേരം കഴിക്കുകയുള്ളൂ, ചിലപ്പം ആഹാരം കാണത്തില്ല, വെള്ളം മാത്രം കുടിക്കും. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ ദൈവങ്ങളൊന്നുമില്ല. പക്ഷേ ഒരാളുണ്ട്, നമ്മളെ കാക്കുന്ന ഒരാളുണ്ട്. ഇപ്പം ഞാൻ വിശന്നിരിക്കുന്ന സമയത്ത് എൻ്റെ പൈസ ഇല്ല, എനിക്ക് കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഒരു കൂട്ടുകാരൻ കയറി വരും അവിടെ നേരം, അളിയ വാട കഴിക്കാൻ പോകുന്ന പറയും. അതാണ് എൻ്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ച് ദൈവം മനുഷ്യനാണ്. ഒരു കുഴിയുണ്ട്, ഈ പയ്യൻ വണ്ടി ഇറക്കുന്ന സമയത്ത് ആ കുഴിയിൽ വീണിട്ട് നട്ടൽ പൊട്ടി. അപ്പോൾ നമ്മൾ ഈ സ്പൈൻ ബോർഡൊക്കെ ആയിട്ട് ആ പയ്യനെ എടുക്കാൻ വേണ്ടി പോവുക. ഈ പോകുന്ന വഴിക്ക് ഈ റിനേ ഹോസ്പിറ്റൽ തൊട്ട് സൈഡിൽ വെച്ചിട്ട് ഒരു യൂട്ടേൺ ഉണ്ട്. ഈ യൂട്ടേണിൽ വെച്ചിട്ട് ഒരു കുഞ്ഞിനെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു പുള്ളിക്കാരൻ പെട്ടെന്ന് കൊണ്ട് ക്രോസ് വെച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചവിട്ടി വണ്ടി സ്കിഡായി കൊണ്ടു നിർത്തിയിട്ട് ഞാൻ വിൻഡോ വന്നിട്ട് ഞാൻ ചോദിച്ചു, എവിടെ നോക്കിയാൽ ചേട്ടാ വണ്ടി ഓടിക്കുന്നത്, നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമൊന്നുമില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞ്, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, മറ്റേന്ന് മറിച്ചാന്ന് പറഞ്ഞാൽ എന്നെ തെറി പറഞ്ഞു. അപ്പോൾ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് അവിടെ നിന്ന് കുറച്ച് ബൈക്കേഴ്സും കുറച്ച് ആൾക്കാരുമാണ്. ഒരുപാട് പേര് ഈ പ്രൈവറ്റ് ബസ്സുകാരന്മാരെ കുറ്റം പറയുന്നുണ്ട്, എന്നാലും അവരുടെ പോക്ക് അങ്ങനെയാണ്. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, ഒരു കേസുമായിട്ട് നമ്മൾ വരുന്ന സമയത്ത് എത്ര വലിയ തിരക്കായാലും അവരുടെ എത്രയൊക്കെ സമയം പോയാലും ആദ്യം സൈഡ് തരുന്ന അവരായിരിക്കും. അപ്പോൾ ഈ ബാഗിലൊക്കെ ഇങ്ങനെ തലച്ചോറ് പറ്റിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ തലച്ചോറെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വെറ്റിനറി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യുന്ന നല്ല ശീലം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിരിയല്ല. എന്നാലും അവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഫ്ലെക്സ് മാറ്റാൻ തന്നെ പലരോടും പറഞ്ഞു, ഇത് മാറ്റാൻ പോവുകയാണ്, നിങ്ങൾക്ക് മനസ്സിന് കട്ടിയില്ലാത്തവർ അവിടെ നിന്ന് മാറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും കേട്ടില്ല. അവസാനം ഞാൻ ഇതും കൊണ്ട് മാറ്റിയപ്പോഴത്തേക്ക് എല്ലാവരും കണ്ടാൽ വഴി ഓടി. എന്തുകൊണ്ട് ഈ ഡിപ്രഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കംഫോർട്ട് സോണിലാണ്. ഈ ഒരു കംഫോർട്ട് സോണിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിപ്രഷനിൽ പെട്ടുപോവുക, ആൻസൈറ്റിയിൽ പെട്ടുപോവുക എന്നുള്ള രീതിയിൽ വരുന്നത്. അതിൽ ഈ പേരൻറ്റിങ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടച്ചിട്ട് വളർത്തുന്ന ഒരു അവസ്ഥയിൽ വളർന്നൊരു കുഞ്ഞിന് അവൻ പൊട്ടിച്ചു പോകാനേ നോക്കുള്ളൂ. അങ്ങനെയൊക്കെ പൊട്ടിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഓരോരോ തെറ്റായിട്ടുള്ള ബന്ധങ്ങളിലും കാര്യങ്ങളൊക്കെ പോയിട്ട് ആൾക്കാർ പെട്ടുപോകുന്നത്. ഈ പറഞ്ഞ കണക്ക് ഇപ്പം ഒരു ബേസിക് ആംബുലൻസ് ഓടുന്ന ഒരാളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും പറയുന്ന ആംബുലൻസ് ഡ്രൈവേഴ്സിന് കയ്യിൽ ഭയങ്കര പൈസയാണ്, കമ്മീഷൻ കിട്ടുന്നുണ്ട്, ഭയങ്കര കാശാന്നൊക്കെ. ഞാൻ ഒരു കാര്യം പറയാം, ആ ഒരു തെറ്റിദ്ധാരണ ഇപ്പം മാറ്റിത്തരാം. കാരണം ഇപ്പം ഒരു ദിവസം ഒരു ഓട്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഓടുന്ന ഒരു ലെവലെന്ന് വെച്ചാൽ 1000 രൂപയ്ക്ക് 200 രൂപ കണക്കിലാണ് എനിക്ക് ബാറ്റ. ഇപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു 800 രൂപയുടെ ഓട്ടത്തിന് എനിക്ക് 160 രൂപ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു 2 ദിവസം എനിക്ക് ഓട്ടോ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പിന്നെ ആ ഒരു 160 രൂപയേ ഉള്ളൂ. ഈ 160 രൂപയ്ക്ക് എനിക്ക് ഈ പോയ 2-3 ദിവസം ഫുഡ് കഴിക്കണം. പല ദിവസങ്ങളിലും ഞങ്ങൾ ആഹാരം കഴിക്കാറില്ല. ചില സമയങ്ങളിൽ ഞങ്ങൾ വയറ് നിറച്ച് ആഹാരം കഴിക്കാറില്ല. കാരണം വയറ് നിറച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആന്തൽ കാണത്തില്ല, ആ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ ആ ഒരു ബൂസ്റ്റ് കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മെയിനായിട്ടും ആഹാരം കുറച്ച് കഴിയും. ഫുഡ് കുറച്ച് കഴിച്ചിട്ട് ചിലപ്പം ഒരു ദിവസം 2 നേരം കഴിക്കുകയുള്ളൂ, ചിലപ്പോൾ ഒരു ദിവസം 1 നേരം കഴിക്കുകയുള്ളൂ, ചിലപ്പം ആഹാരം കാണത്തില്ല, വെള്ളം മാത്രം കുടിക്കും. ഇങ്ങനെയൊക്കെ കാരണം കേസ് വിളിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എനർജി വേണം, ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാനസികാവസ്ഥയിലൂടെ നമ്മൾ വരണമെങ്കിൽ നമ്മൾ പല സമയങ്ങളിൽ ഇപ്പോൾ തന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും ഉറക്കത്തിൻ്റെ കാര്യം. ഇന്നലെ കൂടി ഞാൻ ശരിക്കും പറഞ്ഞാൽ രാത്രി ഒരു കേസ് കൊണ്ടുപോയിട്ട് വന്നിട്ട് ആകെ 1 മണിക്കൂറാണ് ഇതുവരെ ഉറങ്ങിയേക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ പക്ഷെ നമ്മൾ ആരോടും പരാതി പറയുകയോ പരിഭവം പറയാനൊന്നും നമ്മൾ നിൽക്കില്ല. കാരണം നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ആംബുലൻസ് ഡ്രൈവേഴ്സിനെ കുറ്റം പറയുന്നതല്ല, ആംബുലൻസ് ഡ്രൈവേഴ്സിനെ കളിയാക്കുന്നവരോട് ഇപ്പോൾ ഈ മേഖലയിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കൂടെ നിന്ന് കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതമല്ല ഞങ്ങളെപ്പോലുള്ള പല ആൾക്കാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇപ്പം സമൂഹത്തിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എന്നാലും നമ്മളെ മനസ്സറിഞ്ഞ് നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ പിറകിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും ഒരു കോയിന് 2 വശം ഉള്ളതുപോലെ എല്ലായിടത്തും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് ആദ്യം മാറേണ്ടത്. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ ദൈവങ്ങളൊന്നുമില്ല. പക്ഷേ ഒരാളുണ്ട്, നമ്മളെ കാക്കുന്ന ഒരാളുണ്ട്. ഇപ്പം ഞാൻ വിശന്നിരിക്കുന്ന സമയത്ത് എൻ്റെ പൈസ ഇല്ല, എനിക്ക് കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഒരു കൂട്ടുകാരൻ കയറി വരും അവിടെ നേരം,
അളിയ വാട കഴിക്കാൻ പോകുന്ന പറയും. അതാണ് എൻ്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ച് ദൈവം മനുഷ്യനാണ്. അപ്പോൾ ഈ കേസ് കാര്യങ്ങളും കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മളിപ്പം പല സമയങ്ങളിൽ നമ്മൾ പല കേസും കൊണ്ട് പോകുമ്പോൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് കുറേ കൊച്ചു കുട്ടികൾ തൊട്ട് ആൾക്കാർ ഇങ്ങനെ തൊഴുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇതേപോലെ ആംബുലൻസ് പോകുമ്പോൾ നമ്മളിങ്ങനെ തൊഴും, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും ഈ വണ്ടി ഓടിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടും അതിനകത്ത് കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ചിലർ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നവരുണ്ട്, എവിടെ പോകണമെന്ന് കാണിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ കാണിക്കുന്നവരും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് തെറി വിളിക്കുന്നവരും ഉണ്ട്. ഇപ്പോൾ വണ്ടി കൊണ്ട് ക്രോസ് വെച്ചിട്ട് എവിടെ പോവാ ചേട്ടാ, അല്ലെ എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കാൻ ചോദിക്കുമ്പോഴത്തേക്ക് നീ എവിടെ നോക്കിയാടാ പോകുന്നതെന്ന് ചോദിക്കുന്നവരും ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ പാലാരിവട്ടത്ത് വെച്ചിട്ട് ഒരു കേസ് എടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് RTA കേസ് എടുക്കാൻ. അത് സംഭവം വെച്ചാൽ വർക്ക്ഷോപ്പിൻ്റെ സൈഡിൽ നിന്ന് ഒരു കുഴിയുണ്ട്. ഈ പയ്യൻ വണ്ടി ഇറക്കുന്ന സമയത്ത് ആ കുഴിയിൽ വീണിട്ട് നട്ടൽ പൊട്ടി. അപ്പോൾ നമ്മൾ ഈ സ്പൈൻ ബോർഡൊക്കെ ആയിട്ട് ആ പയ്യനെ എടുക്കാൻ വേണ്ടി പോവാ. ഈ പോകുന്ന വഴിക്ക് ഈ റിനെ ഹോസ്പിറ്റലിൽ തൊട്ട് സൈഡിൽ വെച്ചിട്ട് ഒരു U-ടേൺ ഉണ്ട്. ഈ U-ടേണിൽ വെച്ചിട്ട് ഒരു കുഞ്ഞിനെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു പുള്ളിക്കാരൻ പെട്ടെന്ന് കൊണ്ട് ക്രോസ് വെച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചവിട്ടി വണ്ടി സ്കിഡായി കൊണ്ടു നിർത്തിയിട്ട് ഞാൻ വിൻഡോ തുറന്നിട്ട് ഞാൻ ചോദിച്ചു, എവിടെ നോക്കിയാൽ ചേട്ടാ വണ്ടി ഓടിക്കുന്നത്, നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമൊന്നുമില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞ് നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി മറ്റേന്ന് മറിച്ചാന്ന് പറഞ്ഞാൽ എന്നെ തെറി പറഞ്ഞു. അപ്പോൾ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് അവിടെ നിന്ന് കുറച്ച് ബൈക്കേഴ്സും കുറച്ച് ആൾക്കാരുമാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു RTA കേസ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. നമ്മൾ ആ ആക്സിഡൻറ്റ് സോണിൽ പോകുമ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, നമ്മൾ ഒരു ആംബുലൻസിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാവൂ. നമ്മൾ ഈ ഹൈഡ്രോളിക് ട്രോളിയാണ്. ഈ ട്രോളി ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഹൈഡ്രോളിക് ട്രോളി ഇപ്പം സജീവമായി. എന്നാലും ചില ഒമിനീസിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ട്രോളി. ഈ ഹൈഡ്രോളിക് ട്രോളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. 4 കാലുണ്ട്, പെട്ടെന്ന് അത് നിവരും. 2 സൈഡിലായിട്ട് പെട്ടെന്ന് നിവർന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവച്ച് 2 കാല് മടക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇറക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇറക്കി വെക്കണമെങ്കിൽ ഈ ഹെഡ് സൈഡിൽ ആരെങ്കിലും പിടിക്കണം. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സോണിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പോലും 19 പേരുണ്ടാവും. പക്ഷെ ഒരാൾ പോലും ആ ഒരു ട്രോളിയിൽ നിന്ന് പിടിക്കാൻ വരില്ല. ഞാൻ പലപ്പോഴും ഇപ്പോൾ തന്നെ ആലുവയിൽ ആ കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അവിടെ ചെന്ന സമയത്ത് ഞാൻ ഒരാളോട് ഞാൻ തെറി പറഞ്ഞിട്ടാണ് ഒരാളെ ആ ട്രോളിയിൽ പിടിച്ചത്. ആ ഒരു പയ്യനെ എടുത്ത് കിടത്താൻ പോലും ഒരാളില്ല, ആരും വന്ന് പിടിക്കുക പോലും ഇല്ല. എല്ലാവരും ഇപ്പം വീഡിയോ എടുക്കുന്നതിൻ്റെയും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. എന്തെങ്കിലുമൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് വ്യൂസ് കയറ്റുക, ലൈക്ക് കയറ്റുക. ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് ഇപ്പോൾ നമ്മുടെ സമൂഹം മാറിപ്പോയി. പിന്നെ ചിലരുണ്ട് ചോര കണ്ടു കഴിഞ്ഞാൽ തല ഇറങ്ങും, അല്ലെങ്കിൽ ചിലർക്ക് വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഒഴിവാക്കി നിർത്തിയാൽ വേറെ കുറച്ച് സമൂഹം ലൈക്ക് ഇപ്പം ഇനി വളർന്നു വരുന്ന ജനറേഷൻ, ഇപ്പം ഞാനൊക്കെ 90s ആൾക്കാരാണ്. ജെൻസി കാലഘട്ടം അങ്ങനെയൊക്കെയുള്ള കുറേ പിള്ളേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് വന്നിട്ട് നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന കുറച്ച് നല്ല ആൾക്കാരും ഉണ്ട്. എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ എറണാകുളം പാലാരിവട്ടത്തിനടുത്ത് വെച്ചിട്ട് ഒരു ചേച്ചീനെ ടോറസ് വണ്ടി ഇടിച്ചിട്ട് തലയിൽ കൂടെ കയറി ഇറങ്ങി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഞാൻ ഇന്ധനം അടിച്ചിട്ട് വരുന്ന വഴിക്കാണ് ഈ ആൾക്കൂട്ടം കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ടോപ്പ് സൈറിന് അടിച്ചു വണ്ടി മാറാൻ വേണ്ടിയിട്ട്. കാരണം പലപ്പോഴും പ്രൈവറ്റ് ബസ്സുകാരന്മാർ, സത്യം പറയാമല്ലോ, ഒരുപാട് പേര് ഈ പ്രൈവറ്റ് ബസ്സുകാരന്മാരെ കുറ്റം പറയുന്നുണ്ട്. എന്നാലും അവരുടെ പോക്ക് അങ്ങനെയാണ്. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, ഒരു കേസുമായിട്ട് നമ്മൾ വരുന്ന സമയത്ത് എത്ര വലിയ തിരക്കായാലും അവരുടെ എത്രയൊക്കെ സമയം പോയാലും ആദ്യം സൈഡ് തരുന്ന അവരായിരിക്കും. പലപ്പോഴും ഞാൻ ഈ എറണാകുളം സൈഡ് വണ്ടി ഓടിക്കുന്ന സമയത്ത് കേസ് കൊണ്ട് പോകുമ്പം ഈ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർമാർ ഇറങ്ങിയിട്ട് കിലോമീറ്റേഴ്സോളം നല്ല ദൂരത്തിൽ ആൾക്കാർ വണ്ടി മാറ്റിത്തരാൻ വേണ്ടി എൻ്റെ ഒപ്പം ഓടിയിട്ടുണ്ട്, എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഓടിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഞാൻ ഈ സൈറൻ അടിച്ചപ്പോഴത്തേക്ക് വണ്ടികൾ മാറി. കയറി ചെന്നപ്പോഴാണ് കാണുന്നത് ഒരു ഫ്ലെക്സ് ഇട്ട് മറിച്ച് ഒരു ചേച്ചിനെ കിടത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ ചെന്ന് ട്രോളി ഇറക്കിയപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇങ്ങനെയുള്ള കേസുകൾ പോലീസ് വരാൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അതിൽ കുറേ പ്രോട്ടോകോൾസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ പോലീസ് വരാൻ വേണ്ടി മാറ്റി. കാരണം ഓൾറെഡി ആൾ മരിച്ചു, തലയിൽ കൂടെ വണ്ടി കയറി ഇറങ്ങി തലയില്ല, കഴുത്തിന് മേളിലോട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നൊരു കാഴ്ച, കുറേ ആൾക്കാർ കൂടി ഒരു 19 ആൾക്കാരോടുണ്ട്, അതിന് മേളിലുണ്ട്, നല്ലൊരു ക്രൗഡുണ്ട് അവിടെ. അപ്പം എല്ലാവരും ഈ വീഡിയോയും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. ഞാൻ പലരെയും വാൺ ചെയ്തു, എടുക്കരുത്, അത് മോശമാണെന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്തു. എന്നിരുന്നാലും മീഡിയാസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ആളുടെ ഈ ഒരു ഫ്ലെക്സ് മാറ്റി പോലീസ് വന്നു. അവർ നമ്മളോട് പറഞ്ഞു എടുത്ത് കിടത്താം, ട്രോളിയിൽ കിടത്തി. അപ്പം പൊതിഞ്ഞ് വേണം എടുക്കാൻ, കാരണം തലയില്ല, തലച്ചോറും തലമുടിയും ഹെൽമറ്റും എല്ലാം കൂടെ മിക്സായിപ്പോയി. അപ്പോൾ ഈ ബാഗിലൊക്കെ ഇങ്ങനെ തലച്ചോറ് പറ്റിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ തലച്ചോറെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വെറ്റിനറി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യുന്ന നല്ല ശീലം ഉണ്ടായതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിരിയല്ല. എന്നാലും അവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഫ്ലെക്സ് മാറ്റാൻ തന്നെ പലരോടും പറഞ്ഞു, ഇത് മാറ്റാൻ പോവുകയാണ്, നിങ്ങൾക്ക് മനസ്സിന് കട്ടിയില്ലാത്തവർ അവിടെ നിന്ന് മാറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും കേട്ടില്ല. അവസാനം ഞാൻ ഇതും കൊണ്ട് മാറ്റിയപ്പോഴത്തേക്ക് എല്ലാവരും കണ്ടാൽ വഴി ഓടി. പക്ഷെ അന്നേരം അവിടെ ഒരു പയ്യൻ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് വേണ്ടത്ര ഗ്ലൗസ് ഇല്ലായിരുന്നു. അപ്പോൾ എവിടുന്നോ ഒരു പയ്യൻ പെട്ടെന്ന് വന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ വന്ന് ഗ്ലൗസ് ഒക്കെ എവിടുന്നോ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു, എൻ്റെ ഒപ്പം നിന്നു.
ആളെ എടുത്ത് നമ്മൾ കിടത്തി പൊതിഞ്ഞ് കെട്ടി, കാരണം ബ്ലീഡിങ് ഉണ്ട്. ഈ ബ്ലീഡിങ് ഒരിക്കലും വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി, കാരണം നല്ല സ്മെല്ലായിരിക്കും. പൊതിഞ്ഞ് കെട്ടി ട്രോളി അകത്ത് കയറ്റി. ആ പയ്യൻ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന് മോർച്ചറിയിൽ വെച്ച് തിരിച്ച് വരുന്നവരെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് നമുക്കിപ്പം ഇപ്പോഴത്തെ സമൂഹത്തിന് ആവശ്യം. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർക്കും ഇതിനൊന്നും നേരമില്ല. എല്ലാവരും ഈ പറഞ്ഞ കുറേ സൈറ്റിൽ കയറാനും കുറേ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കാനും പെണ്ണുങ്ങളെക്കുറിച്ച് മോശം പറയാനും. ശരിക്കും പറഞ്ഞാൽ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതും +2 പഠിക്കുന്നതും ഇപ്പോഴത്തെ പയ്യന്മാരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പെട്ടുപോകുന്നത്. അപ്പോൾ അതിലൊന്നും നിൽക്കാതെ, ഇത് നമ്മുടെ നാടാണ്, കേരളം നമ്മുടെ സ്ഥലമാണ്, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ കാണുള്ളൂ അവസാനം വരെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആൾക്കാർ സജീവമായിട്ടിരിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മറക്കാൻ പറ്റും. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു തെറാപ്പി എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ആണ്. ഞാൻ ഇപ്പോഴത്തെ ഒരു ജനറേഷനോടും എനിക്ക് മുന്നേ ഉള്ള ജനറേഷനോടും ഞാൻ പറയുന്നത്, നിങ്ങൾ യാത്ര ചെയ്യുക. കാരണം പണ്ട് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഒരു ഇത്തിൾ പോലെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഡിപ്രഷൻ. അപ്പോൾ ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഞാൻ ഈ ആംബുലൻസ് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ കൗൺസിലിംഗ് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് കുട്ടികൾ, പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ, ഡിപ്രഷനിലാണ് ഇപ്പോൾ. അത് എന്തുകൊണ്ട് ഈ ഡിപ്രഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കംഫോർട്ട് സോണിലാണ്. ഈ ഒരു കംഫോർട്ട് സോണിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിപ്രഷനിൽ പെട്ടുപോവുക, ആൻസൈറ്റിയിൽ പെട്ടുപോവുക എന്നുള്ള രീതിയിൽ വരുന്നത്. അതിൽ ഈ പേരൻറ്റിങ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടച്ചിട്ട് വളർത്തുന്ന ഒരു അവസ്ഥയിൽ വളർന്നൊരു കുഞ്ഞിന് അവൻ പൊട്ടിച്ചു പോകാനേ നോക്കുള്ളൂ. അങ്ങനെയൊക്കെ പൊട്ടിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഓരോരോ തെറ്റായിട്ടുള്ള ബന്ധങ്ങളിലും കാര്യങ്ങളൊക്കെ പോയിട്ട് ആൾക്കാർ പെട്ടു പോകുന്നത്. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യാത്ര ചെയ്യുക. കാരണം ഞാൻ ഇന്ത്യ മൊത്തം യാത്ര ചെയ്തൊരു വ്യക്തിയാണ്, ബൈക്കിൽ ഒരു 3.5 മാസത്തോളം. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു തെറാപ്പി എന്ന് പറഞ്ഞാൽ യാത്ര തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാസം വർക്ക് ചെയ്താൽ, 2 മാസം വർക്ക് ചെയ്യും, 3 മാസം വർക്ക് ചെയ്താൽ, ചിലപ്പോൾ ഒരു 4-5 ദിവസം ലീവ് എടുത്തിട്ട് എനിക്കൊരു എക്സ്പോൾസ് ആണുള്ളത്, അത് എടുത്തോണ്ട് ഞാൻ വല്ല മല കയറാനോ കാട് കയറാനോ പോകും. അപ്പോൾ എനിക്ക് അവിടെ കുറച്ച് കമ്പനീസ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതൊരു വേറെ ലോകമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. ഒരിക്കലും ഒരിടത്ത് ചുമ്മാതിരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ സൂയിസൈഡിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ സൂയിസൈഡിൻ്റെ അളവ് കൂടുന്നു വെച്ചാൽ, അതിന് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഇൻസ്റ്റാഗ്രാമാണ്. ഇപ്പം ഒരു ഡിപ്രഷനിലിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആൻസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു വിഷമത്തിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം റീൽ കാണാമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നീ പോയി ചാവടാന്നുള്ള രീതിയിലുള്ള റീൽസ് ആയിരിക്കും വരുന്നത് മൊത്തം. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ട്രിഗറാവും. എന്നാൽ പിന്നെ അങ്ങ് ചത്ത് കളയാമെന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ ഒരു ലൈഫിൻ്റെ കഥ വെച്ച് നോക്കുവാണെങ്കിൽ 2024 ലാസ്റ്റ് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അന്ന് എന്തോ ഭാഗ്യം ഞാൻ മരിച്ചില്ല. ഒരു പക്ഷേ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനൊരു സ്ഥലത്ത് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുറ്റും കുറേ ജീവിതങ്ങൾ, നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും പഠിക്കുക. ഇപ്പം കേരളത്തിൽ ആദ്യത്തെ ഒരു ഡിസേബിൾഡ് ആംബുലൻസ് ഡ്രൈവർ ഞാനായിരിക്കും. അതിനെനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം കാലുകളുണ്ടായിട്ടും ഇപ്പോഴും ഒരു പണിക്കും പോവാതെ പിച്ചയെടുത്തും മറ്റേതും നാട്ടുകാരെ കുറ്റം പറഞ്ഞും തെറിയും പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും പണിയെടുത്ത് തന്നെയാണ് ജീവിക്കണത്. നമ്മുടെ സന്തോഷങ്ങളൊപ്പമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് നോക്കി ജീവിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ആരും ഈ സൂയിസൈഡിനെ കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക. കാരണം ഈ സൂയിസൈഡ് ചെയ്യുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. പക്ഷേ ആ ഒരു മരിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്ന ഒരു അവസ്ഥ അത് ദയനീയമാണ്. അത് അറിയണമെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞ് സൂയിസൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആരും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി പോവുക, ഒരിടത്ത് ഐസൊലേറ്റഡ് ആയിട്ട് ഒരു റൂമിലിരിക്കാതിരിക്കുക, എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ഇതൊക്കെയായിരിക്കും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുക, യാത്ര ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളെ ഇപ്പം കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്കുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറേ ജീവിതങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഇപ്പം ലാസ്റ്റ് ടൈം ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്ത സമയത്ത് ഞാൻ ജയ്സൽമീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. ജയ്സൽമീർ ചെന്നപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരു ചേച്ചി, ഇപ്പം എങ്ങനെ പോയാലും ആ കൊച്ചിനൊരു 19 വയസ്സുണ്ടാവും, ആ അനിയത്തി കൊച്ചിനൊരു 8-10 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ ചേച്ചി ഒരു പോളിത്തീൻ ബാഗിൽ കുറച്ച് വേസ്റ്റ് ഫുഡ് ഈ പോളിത്തീൻ ബാഗിൽ വാരിയിട്ട് ഈ അനിയത്തി കൊച്ചിന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞ് ആ വേസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ നമ്മുടെ നാട്ടിൽ 4 നേരം 5 നേരവും കഴിച്ചിട്ട് ഫെമിനിസവും പറഞ്ഞ് ആണുങ്ങളെയും കുറ്റം പറഞ്ഞ് പെണ്ണുങ്ങളെയും കുറ്റം പറഞ്ഞ്, ഒരു സൈഡിൽ പെണ്ണുങ്ങൾ ആണുങ്ങളെ കുറ്റം പറയുന്നു, ഒരു സൈഡിൽ ആണുങ്ങൾ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നു. ഈ കുറ്റങ്ങളും പറഞ്ഞ് കുറവുകളും പറഞ്ഞ് തമ്മിലടിച്ചും ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ഇപ്പോഴും ബിരിയാണി എന്താണ്, മന്തി എന്താണ്, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ എന്താണ്, 5G എന്താണ്, ഇൻസ്റ്റാഗ്രാം എന്താണ്,
എന്തുപോലും അറിയാതെ ജീവിക്കുന്ന കുറേ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ശരിക്കും മനുഷ്യൻ എന്താണെന്നും മനുഷ്യൻ്റെ ജീവിതം എന്താണെന്നും നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യം ചെയ്ത ആൾക്കാരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുക. യാത്ര ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചുറ്റും ഒരുപാട് ജീവിതങ്ങളുണ്ട്. അതൊക്കെ പോയി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആരും സൂയിസൈഡിനെ കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക. ആകെ ഒരു ജീവിതമേ ഉള്ളൂ, ഒറ്റ ജീവിതം. അടുത്തൊരു ജന്മം എന്ന് പറഞ്ഞ സാധനമില്ല. ഇതാണ് സ്വർഗം, ഇതാണ് നരകം. നമ്മുടെ ചിന്തയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വേറെ ഒന്നുമല്ല. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ എവിടെ പോയാലും സന്തോഷമുണ്ട്. മനസ്സിൽ സന്തോഷമില്ലെങ്കിൽ എല്ലായിടവും നരകമായിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.